നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പിസുവിൻ വീണ്ടും ഒരു സോഷ്യൽ മീഡിയയിൽ. കഴിഞ്ഞ മാസം സ്കൂൾ ഉറപ്പായിരുന്നു. നിരവധി കുട്ടികളാണ് സ്കൂൾ അങ്കണത്തിലേക്ക് പോയത്. അതിലൊരു കുട്ടി എൻ്റെ മോളുമാണ്. അതിലൊക്കെ എല്ലാവരും ഹാപ്പിയായിട്ടാണ് ഈ മഴയെ അവഗണിച്ചുകൊണ്ടങ്ങ് പോയത്. പക്ഷെ ഞാനിവിടെ പറയാൻ കാരണം, ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ബുക്കുകൾ, ബാഗുകളൊന്നും മേടിക്കാൻ പറ്റാത്ത നിരവധി കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോട്ടേക്കുന്ന കുട്ടികളുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ സാമ്പത്തികം കുറഞ്ഞ കുടുംബത്തിലുള്ളതാണ്. എന്നാൽ നമ്മളെ കഴിയുന്ന രീതി, ഇപ്പോൾ നമ്മളെ ഈ സാമ്പത്തികമില്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത്, അതാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഒരു 5ഓളം കുട്ടികൾക്ക് ഈ അധ്യയന വർഷത്തിൽ ബുക്കും ബാഗും ഒക്കെ മേടിച്ചു കൊടുക്കാൻ സാധിച്ച് അതിൽ വളരെ സന്തോഷവാനാണ് ഞാൻ. കാരണം ഈ കുട്ടികളിൽ പല ആൾക്കാരും ടെയും ബുദ്ധിമുട്ടുകൾ അത് നേരിൽ കണ്ട് ബോധിച്ച ഒരാളാണ് ഞാൻ. അവരുടെ ആ ഒരു അവസ്ഥ നേരിൽ കണ്ട് ബോധിച്ചതിൻ്റെ പുറത്താണ് ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ പറയുവാൻ ആഗ്രഹിക്കാത്ത നല്ല വ്യവസായ പ്രമുഖരായ സഹോദരങ്ങൾ, അവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞ്, സുനിലെ, ഞങ്ങളിതൊക്കെ ചെയ്തു തരും, പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയോ പേരോ അതുപോലെ തന്നെ ഞങ്ങളുടെ പേരോ പബ്ലിസിറ്റി ചെയ്യരുത്. അത് അവരുടെ അഭ്യർത്ഥനയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താൽ ആ കൊടുക്കുന്ന വ്യക്തിയുടെ കൂടെ ഒരു 500 ആൾക്കാർ വന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്തൊക്കെ ഭയങ്കരമായിട്ട് അതിനൊരു ആഘോഷമാക്കി എടുക്കുക. പക്ഷെ അത് ഒരറ്റത്ത് നല്ല കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇങ്ങേറ്റത്ത് ഇതുപോലുള്ള ഈ ആരും അറിയാതെ നന്മകൾ ചെയ്യുന്ന ആ നന്മകരങ്ങളെ ഒന്ന് എനിക്ക് പബ്ലിസിറ്റി ചെയ്യേണ്ടേ പറ്റുള്ളൂ. കാരണം അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അവരുടെ മേൽവിലാസവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതവരെ റിക്വസ്റ്റാണ്. എന്നാലും നമ്മുടെ ഒരു അഭ്യർത്ഥന പ്രകാരം ഈ 5ഓളം കുട്ടികൾക്ക് ബുക്കും ബാഗും തന്ന് അവരുടെയൊക്കെ വീടുകളിൽ കൊണ്ട് കൊടുത്ത ഈ വലിയ നന്മമരങ്ങൾക്ക് ഹൃദയത്തിൽ തൊട്ട് 1000 അഭിനന്ദനങ്ങൾ.